നിശ്ചയമായും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള സ്ഥാനാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി നമുക്ക് പറഞ്ഞു കൊടുക്കാം. തീയതികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏപ്രിൽ 26-ന് വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ ജൂലൈ 4-ന്. ഈ 2 തീയതികളെ നമ്മൾ പറഞ്ഞുള്ളൂ. ഇനി പത്രികാ സമർപ്പണം അടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. കേരളം വിധി എഴുതാൻ പോകുമ്പോൾ കേരളത്തിൽ 2ാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. നമുക്ക് ആ പോൾ കലണ്ടറിലേക്ക് വരാം. പത്രികാ സമർപ്പണം ഏപ്രിൽ മാസം 4-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. കേരളത്തിൽ പത്രികാ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 4. അതെ, ഏപ്രിൽ 4. സൂക്ഷ്മ പരിശോധന നടക്കുന്നത് തൊട്ടടുത്ത ദിവസം ഏപ്രിൽ 4 വരെ പത്രികകൾ സമർപ്പിക്കാം. അപ്പോൾ 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇനിയും പ്രഖ്യാപിക്കാനുണ്ട്. അതിന്റെ സൂക്ഷ്മ പരിശോധന നടക്കുന്നത് ഏപ്രിൽ 5-നാണ്. പത്രിക പിൻവലിക്കുന്നതിനായുള്ള സമയം ഏപ്രിൽ 8 വരെയാണ്. സ്ഥാനാർത്ഥികൾക്ക് ഏപ്രിൽ 8 വരെ പത്രിക പിൻവലിക്കാം. വോട്ടെടുപ്പ് ഏപ്രിൽ 26. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു. ഏപ്രിൽ 26-ന് 2ാം ഘട്ടത്തിലാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. വോട്ടെണ്ണൽ മറ്റ് 7 ഘട്ടങ്ങളിലെ വോട്ടെടുപ്പും പൂർത്തിയായതിനു ശേഷം ജൂൺ 4-ാം തീയതി നടക്കും. അപ്പോൾ തീയതികൾ മറക്കേണ്ട. സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ കൃത്യമായി പത്രികകളൊക്കെ തയ്യാറാക്കുക, തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങുക. അല്ലേ സർ? തീർച്ചയായും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ നമ്മളത് എപ്പോഴും പറയാറുള്ളത് പോലെ ജീവൻ മരണ പോരാട്ടമാണ് 2 മുന്നണികളുടെയും എന്ന് ഞാൻ പറയും. 3ാം മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, NDA മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ജയപരിശോധനയാണ്. ജയിക്കുമോ എന്നുള്ള അവരുടെ വോട്ട് പെർസെൻറ്റേജ് ഇമ്പ്രൂവ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കണക്ക് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കൂ, ഇന്ത്യൻ ചരിത്രത്തെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം എന്താ വെച്ചാൽ അത്തരം സൂചനകളാണല്ലോ BJPയുടെ നേതൃത്വം തന്നെ നൽകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ BJP ഭരണഘടനാപരമായിട്ട് തന്നെ ഉണ്ടാക്കിയ മാറ്റങ്ങൾ. ആ ഭരണഘടനാപരമായി ഉണ്ടാക്കിയ മാറ്റങ്ങളൊക്കെ അവർക്ക് പാർലമെന്റിൽ ഭൂരിപക്ഷം കൊണ്ട് റാറ്റിഫൈ ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുടർന്ന് വലിയ മാറ്റങ്ങൾ അവർ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അതിന് ഉള്ള സൂചനകളൊക്കെ പല നേതാക്കളും തന്നിട്ടുണ്ട്. ഈ ആനന്ദ്കുമാർ ഹെഗ്ഡേക്ക് സീറ്റ് കൊടുത്തിട്ടില്ല. പക്ഷേ അദ്ദേഹം വിജയിച്ചു വന്നാൽ ഭരണഘടന മുഴുവൻ മാറ്റി എഴുതുമെന്ന് പറഞ്ഞ ആൾക്ക് കർണാടകത്തിൽ സീറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കോൺട്രവേഴ്ഷ്യൽ കമന്റ്സ് ഇങ്ങനെയൊക്കെയാണ് ഉണ്ണിസാർ പറയുന്നത്. മാഡം, അപ്പോൾ അത്തരം കാര്യങ്ങൾ പാർട്ടിയുടെ നിലപാടല്ല എന്ന് ഗഡ്കരിയും ആവർത്തിച്ച് പറയുന്നു. അത് ഗഡ്കരി പറയുന്നതാണോ പാർട്ടിയുടെ നിലപാടെന്ന കാര്യത്തിൽ അത് വേറെ വിഷയമാണ്. അപ്പോഴും ഞാൻ പറയുന്നത്, ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് 2024 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തെ സംബന്ധിച്ച് വലിയ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. നോക്കൂ സുജയ, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ദ്രൗപദി മുർമു സമർപ്പിച്ചതിന് ശേഷം ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാണല്ലോ BJPയുടെ ഒരു ഐഡിയ ഓഫ് നേഷൻ എന്ന് പറയുന്നത് പ്രസിഡൻഷ്യൽ ഭരണമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നത് അങ്ങോട്ടേക്കുള്ള ചവിട്ടുപടികളാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ ഘടന തന്നെ മാറാവുന്ന സാധ്യതകളിലേക്കാണോ നമ്മൾ ഈ 24 തെരഞ്ഞെടുപ്പ് 24 തെരഞ്ഞെടുപ്പ് തീരുമാനിക്കും കാര്യങ്ങൾ. കാരണം അടുത്ത 29 എന്ന് പറയുമ്പോഴത്തേക്കും 2029 തെരഞ്ഞെടുപ്പിന് മുമ്പായി എന്തെല്ലാം കാര്യങ്ങൾ ഈ രാജ്യത്ത് സംഭവിക്കും, അതൊക്കെ നമുക്ക് പ്രവചനാതീതമാണ്. നമുക്ക് 24 ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും നമ്മൾ ആലോചിച്ച് നോക്കും. BJP ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ BJPക്ക് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ കഴിയുകയാണ് എങ്കിൽ പിന്നീട് 26 വരുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, അതിനെ 3 വർഷത്തെ കാലാവധി. കേരളത്തിൽ അങ്ങനെയാണ്, തമിഴ്നാട്ടിൽ അങ്ങനെയായിരിക്കും. അപ്പം 3 വർഷത്തെ കാലാവധി ഉണ്ടാവുള്ളൂ. നമുക്കിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാം. അത് വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ. ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ദുരന്തം നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണോ? ദുരന്തമല്ല സർ, വോട്ട് ഉത്സവമാണ്, ജനാധിപത്യത്തിന്റെ. അല്ല, ജനാധിപത്യത്തിന്റെ ഉത്സവമാണ്. ഞാൻ പറയുന്നത് ഒരു ചരിത്ര സന്ധിയിലാണ് രാജ്യമുള്ളത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ചരിത്രപരമായി പല കാരണങ്ങളാൽ പ്രധാനമാണ് ഈ തെരഞ്ഞെടുപ്പ്. കാരണം പല തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഭരണഘടന തന്നെ പല ഭരണഘടനാ തത്വങ്ങളും ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യം. അതേക്കുറിച്ചൊക്കെ ജനാധിപത്യ വിശ്വാസികൾക്ക് ആശങ്കകളുള്ളൊരു കാലഘട്ടത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ നിലയ്ക്ക് 2024 ഇന്ത്യൻ ചരിത്രത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരിക്കും. മാത്രമല്ല, നേരത്തെ MV ഗോവിന്ദൻ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ നടത്തിയതിനു ശേഷം നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിൽ പറയുന്നത് 1000 വർഷം ഇനി രാമരാജ്യമാണ് എന്നാണ്. ഈ രാമരാജ്യ സങ്കല്പമൊക്കെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതെ, ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് ആ വെൽഫെയർ പൊളിറ്റിക്സിന് വേണ്ടി മുന്നോട്ട് വയ്ക്കുന്ന ബിംബം രാമനായിരിക്കുന്നു. ഇപ്പം മഹാത്മാഗാന്ധി രാമനെ ഉന്നയിച്ചിട്ടുള്ള സമയത്തൊന്നും ഒരാൾക്കും ഒരു എതിർപ്പ് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം മഹാത്മാഗാന്ധിയുടെ രാമരാജ്യ സങ്കല്പവും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എത്രയോ ഭിന്നമാണ് നരേന്ദ്രമോദിയുടെ രാമരാജ്യ സങ്കല്പം. അതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമല്ലേ CAA പോലുള്ള ബില്ലൊക്കെ വരുന്നത്. അപ്പോൾ ആ സമീപനം വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഈ രാജ്യം ഒരു സെക്കുലർ ഫെഡറൽ റിപ്പബ്ലിക്കായി നിൽക്കണോ വേണ്ടയോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഉന്നയിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.